ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയെക്കുറിച്ചുള്ള മനസ്സിലെ ആശങ്കകളും അമ്മയെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ എന്തൊക്കെയാണ്, അമ്മയെക്കുറിച്ചുള്ള മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ആദികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ ആശങ്കയോടെ ആ ടെൻഷനുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ അച്ഛനോട് ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാർവതി. അങ്ങനെ ഗംഗയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ശങ്കരൻ അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നും അവളെക്കുറിച്ച് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാവില്ലെന്നും ഇന്നേ വരെ എനിക്കും മക്കൾക്കും ഇങ്ങനെയാരും സ്നേഹം തന്നിട്ടില്ലെന്നും അതുപോലെ ഈ കുടുംബത്തെ അത്രത്തോളം സ്നേഹിച്ചവളാണ് എൻ്റെ ഗംഗയെന്നുമായിരുന്നു ശങ്കരന്റെ അഭിപ്രായം. അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. എൻ്റെ ഗംഗ എന്നെങ്കിലും മടങ്ങിയെത്തും, അതുതന്നെയാണ് തൻ്റെ വിശ്വാസം. എൻ്റെ ഗംഗ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയുടെ തിരിച്ചു വരവിനായിട്ടാണ് താൻ ജീവനോടെ ഇരിക്കുന്നത് പോലും അവൾ തിരിച്ചു വരുന്നതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്നുകൂടി ശങ്കരൻ ഓർമ്മിപ്പിക്കുമ്പോൾ ശങ്കരന്റെയും പാർവതിയുടെയും സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന ഗിരി ശങ്കരനെ താക്കീത് ചെയ്യുകയാണ്. എനിക്ക് കേൾക്കാനോ എൻ്റെ കുട്ടികൾ കേൾക്കാനോ ആഗ്രഹിക്കാത്ത പേരാണ്, അതുകൊണ്ട് ആ സ്ത്രീയുടെ പേര് ഇനി ഇവിടെ ആരും പറയാൻ പാടില്ല എന്നും പലപ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഓർമ്മകൾ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് പോയെന്ന് വരില്ല, പക്ഷേ അങ്ങനെ ഒരു സ്ത്രീ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. അവർ പോയപ്പോൾ അത് തെറ്റാണെന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നതൊക്കെ വെറും കളവാണെന്നും ഒക്കെ വിശ്വസിക്കാനായിരുന്നു കുറെ നാൾ ഞങ്ങൾ ശ്രമിച്ചത്. പിന്നീട് അതിനുശേഷം നാട്ടുകാർ പറഞ്ഞതുപോലെ അവർ വലിയൊരു തെറ്റുകാരിയാണെന്നും ഈ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത സ്ത്രീ അവർ തന്നെയാണ് എന്നും വിശ്വസിക്കുകയാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ ഇനി ആ സ്ത്രീയെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നും ഇനി മേലാൽ അവർ ഇവിടേക്ക് വരിക പോലും വേണ്ട എന്നുമായിരുന്നു ഗിരിയുടെ മറുപടി. എന്നാൽ ശങ്കരൻ പറഞ്ഞ വാക്കുകളെല്ലാം കേൾക്കുന്ന പാർവതിക്ക് ഇതിനിടയിൽ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യമായി. തന്റെ അച്ഛനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന പാറുവിന് അതിന്റെ പിന്നിലും തന്റെ അച്ഛന്റെ കരങ്ങൾ തന്നെയാണോ പ്രവർത്തിച്ചത് എന്നൊരു സംശയം ആ നിമിഷം പാറുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയതിനാൽ ഗിരിയോട് പാർവതി പറഞ്ഞു, ഇവിടെ എല്ലാവരും മറ്റു സ്വരത്തിൽ പറയുന്നത് ഒരാൾ പറയുന്ന കളവ് അത് 10 പേർ ഏറ്റു പറയുന്നു, അത് പിന്നീട് 100 പേരാകുന്നു. അങ്ങനെ 100 പേര് പറയുന്ന ഒരാൾ പറയുന്ന ഒരു കള്ളം 10 പേർ പറയുമ്പോൾ അതൊരു സത്യമായി മാറുകയാണ്. പിന്നീട് അതൊരു 100 പേർ പറയുമ്പോൾ അതൊരു കഥയാവുകയാണ്. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം എന്താണെന്നത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് എന്ന് പാർവതിയും ഗിരിയോട് അറിയിച്ചു. അല്ലാതെ അമ്മ ചെയ്ത് തെറ്റാണ് എന്ന് വെറുതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്നും എൻ്റെ മനസ്സ് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് അമ്മ വരിക തന്നെ ചെയ്യുമെന്ന് തന്റെ മനസ്സ് പറയുന്നെന്നും ഇനി അധികം താമസിയാതെ ഇതിന്റെ സത്യം പുറത്തു വരിക തന്നെ ഉണ്ടാകുമെന്ന് പാർവതി പറയുമ്പോൾ ഗിരി ആകെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുന്നു. അപ്പോഴേക്കും ഗിരിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനില്ലാതെ ശങ്കരൻ നിൽക്കുന്നതിനാൽ ഗിരിയോടായി ശങ്കരൻ പറഞ്ഞു, മോനെ, നിന്റെ ചോദ്യങ്ങൾക്കോ നിന്റെ കൂടപ്പിറപ്പങ്ങളുടെ ചോദ്യങ്ങൾക്കോ മറുപടി നൽകാൻ അച്ഛനാവില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഈ നാട്ടുകാർ പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്വഭാവക്കാരിയല്ല എൻ്റെ ഗംഗ, അങ്ങനെ ഒരു സ്വഭാവത്തിനുടമയല്ല എൻ്റെ ഗംഗ, അവൾക്ക് അങ്ങനെ ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം തന്നെ ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ശങ്കരൻ അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയത്താണ് ഗംഗയെ കാണുവാനായിട്ട് ഗംഗ ജയിലിലാണെന്നുള്ള വിവരം അറിയാവുന്ന പടനിലത്ത് പത്മനാഭൻ എത്തിച്ചേരുന്നത്. പത്മനാഭൻ ഗംഗയോട് തന്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഗിരിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് പറയുമ്പോഴേക്കും എൻ്റെ മക്കളുടെ വിശേഷങ്ങൾ എനിക്ക് കൂടുതൽ അറിയണമെന്ന് ആവശ്യപ്പെടുന്ന ഗംഗയോട്, നിനക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട്, ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ആദ്യം പറഞ്ഞു തീർക്കട്ടെ. പടനിലത്ത് കരുനീലിക്കാവില് നീ എവിടെയാണെന്നുള്ള വിവരം അറിയാവുന്നത് ഒറ്റ ഒരാൾക്ക് മാത്രമാണ്, അത് എനിക്ക് മാത്രമാണ്. എന്നാൽ മറ്റുള്ളവരുടെ കൺമുന്നിൽ തിരുവാഭരണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞ അവിടുത്തെ ശാന്തിക്കാരനോടൊപ്പം ഒളിച്ചോടിയവളാണ് നീ എന്ന് ഗംഗയെക്കുറിച്ച് പത്മനാഭൻ അറിയിച്ചു. അത് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നിന്റെ മക്കളും നിന്റെ ഭർത്താവും. നീ പോയതിനു ശേഷം ഇപ്പോൾ നല്ലൊരു ജീവിതം ആസ്വദിക്കുകയാണ്. നീ കാരണം അവനുണ്ടായ നഷ്ടങ്ങളോ നീ ചെയ്തു വെച്ച പ്രവൃത്തി മൂലം അവർക്കുണ്ടായ ദോഷങ്ങളൊന്നും തന്നെ അവൻ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ ചെയ്യുന്നില്ല. അവനിപ്പോൾ സന്തോഷത്തോടെ നീ ഇല്ലാത്ത ലോകത്ത് നിന്റെ ശല്യമില്ലല്ലോ എന്ന സന്തോഷത്തിൽ അവൻ ജീവിക്കുന്നു എന്ന് പത്മനാഭൻ ശങ്കരനെ കുറിച്ച് പറയുന്നു. എല്ലാം കേട്ട ഗംഗ ഒന്നും മിണ്ടാതെ ഇതിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ടാകുമെന്ന് ഗംഗ പത്മനാഭനോട് അറിയിക്കുമ്പോൾ പത്മനാഭൻ പറഞ്ഞു, പിന്നെ നിനക്ക് സന്തോഷിക്കാനൊരു വകയുണ്ട്. എൻ്റെ മകളെ, എൻ്റെ പാർവതി എന്ന എൻ്റെ മകളെ ഒരുവൻ വിവാഹ ദിവസം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അവളെ വിവാഹം കഴിച്ചു. അത് ആരാണെന്ന് നിനക്കറിയണ്ടേ? അത് പൂവള്ളിയിലെ ശങ്കരന്റെയും ഗംഗയുടെയും മകനായ ഗിരി എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ
വലിയൊരു വാർത്ത കേട്ട അതിശയോക്തിയിൽ നോക്കുകയാണ് ഗംഗ. ഉടനെ പത്മനാഭൻ പറഞ്ഞു, എന്റെ മകളെ അവൻ വിവാഹം കഴിച്ചു എന്ന് വെച്ച് അവൻ എന്റെ മരുമകനായി തീർന്നു എന്ന ഒരു പുച്ഛം നിന്റെ മുഖത്തുണ്ട് അല്ലേ? അങ്ങനെ ഒരു അഹങ്കാരം. എന്നാൽ അത് വേണ്ട. എന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവനെ ഞാൻ എന്റെ മരുമകനായി അങ്ങ് ഏറ്റെടുക്കുകയോ അംഗീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ജന്മം അങ്ങനെ ഒരു അംഗീകാരം അവന് കിട്ടാനും പോകുന്നില്ല. മറിച്ച് അവനെ ഞാൻ ഒരു മനുഷ്യനായി പോലും കണക്കാക്കിയിട്ടില്ല എന്നതാണ് സത്യം എന്ന് പത്മനാഭൻ പറയുന്നു. പത്മനാഭന്റെ വാക്കുകൾ കേട്ട് പകയോടെ നോക്കുന്ന ഗംഗയോട് പത്മനാഭൻ അറിയിച്ചു, ഇനിയുള്ളത് നിന്റെ മക്കൾ ഓരോരുത്തരുടെയും പതനമാണ്. അവരെ എല്ലാത്തിനെയും ഇഞ്ചിഞ്ചായി ഞാൻ ഇല്ലാതാക്കും. നിന്റെ ഭർത്താവും മക്കളുമൊക്കെ ഇനി തീർന്നു പോയി എന്നുള്ള വാർത്ത പറയാനാണ് ഇനി ഞാൻ നിന്റെ അരികിലേക്ക് എത്തുക എന്നറിയിക്കുമ്പോൾ ഉടനെ അത് കേട്ട ഗംഗ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്തെന്നറിയാവോ? നിങ്ങൾ തന്നെ ഇവിടെ വന്ന് പറഞ്ഞല്ലോ, കരുനീലിക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റുന്നവനാണ് മുടിയേറ്റുന്നവനാണ് എൻ്റെ മോനെന്ന്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ കരുതലും കാവലും എപ്പോഴും എൻ്റെ മോനും അവൻ്റെ പെങ്ങന്മാർക്കും ഉണ്ടാവും. എൻ്റെ മോന് ശക്തിയും അവൻ്റെ ധൈര്യവും അവന് കാവലും കരുനീലിക്കാവിലമ്മയാ. സത്യത്തിൽ പത്മനാഭ, നീ പോരാടുന്നത് എൻ്റെ മോനോടല്ല, മറിച്ച് കരുനീലിക്കാവിൽ അമ്മയോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കരുനീലിക്കാവിലമ്മ തന്നെ എൻ്റെ മോന് തുണയായിട്ടുണ്ടാവും. അവൻ തുണയായിട്ടുള്ളപ്പോൾ അവൻ്റെ സംരക്ഷണയിൽ വളരുന്നതാണ് എൻ്റെ പെൺമക്കൾ. അതുകൊണ്ട് തന്നെ അവൻ കാവലുള്ളപ്പോൾ ഒരിക്കലും എൻ്റെ പെൺമക്കൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ഒരുപക്ഷെ എന്നെ ഈ ജയിലിലിട്ട് തനിക്കില്ലാതാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ എൻ്റെ മോൻ്റെ മുന്നിൽ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. അവനുണ്ടാവും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തുണയായിട്ട്. അവൻ്റെ സംരക്ഷണത്തിൽ എൻ്റെ പെൺമക്കൾ നല്ല മിടുക്കരായി അവർ ജീവിക്കുകയും ചെയ്യും എന്ന് ഗംഗ അറിയിച്ചു. എല്ലാം കേട്ടതോടെ പത്മനാഭൻ പറഞ്ഞു, ഇനി ഗംഗേ, നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്ന്. നിനക്ക് നല്ല നടപ്പിനുള്ള നീ ജീവിച്ച കാലത്തും നീ നല്ല നടപ്പോടുകൂടി ജീവിച്ചവളായിരുന്നല്ലോ. ആരോടും ഒരു വഴക്കിനും പോകാതെ, ആരോടും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല സ്വഭാവത്തോടെ ജീവിച്ചവൾ. എന്നാൽ നിന്റെ ആ നല്ല സ്വഭാവമാണല്ലോ നിന്നെ ഇപ്പോൾ ഈ ജയിലറയ്ക്കുള്ളിൽ എത്തിച്ചതും. അതുകൊണ്ട് തന്നെ നിന്റെ ആ നല്ല നടപ്പിന് തന്നെ ഈ ജയിലിലും നിനക്കൊരു പാരിതോഷികം കിട്ടാൻ പോകുന്നു എന്ന വാർത്ത ഞാൻ അറിഞ്ഞു. നീ ഈ ജയിൽ വാർഷികത്തിന് നിനക്ക് ഇവിടെ നിന്ന് 5 തടവ് പുള്ളികളെ മോചിതരാക്കുന്നതോടൊപ്പം നിന്റെ നല്ല നടപ്പിന് നിന്നെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന്, നിന്റെ ഈ ജയിൽവാസം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന്. അങ്ങനെ നീ പുറത്തിറങ്ങാൻ പോകുന്നു അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പത്മനാഭന്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ ഗംഗ പത്മനാഭനെ നോക്കി. നീ ഇപ്പൊ ചിന്തിക്കുന്നത് ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും അല്ലേ? എന്നാൽ നീ അങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല. അങ്ങനെ ഇറങ്ങാനുള്ള ഒരവസരവും നിനക്ക് ഞാൻ തരികയുമില്ല. നീ ഈ ജയിലറയ്ക്കുള്ളിൽ കഴിയേണ്ടവളാണ്. ഇവിടെ തന്നെയാണ് നിന്റെ അവസാനവും എന്ന് പറഞ്ഞുകൊണ്ട് പത്മനാഭൻ പൊട്ടിച്ചിരിക്കുന്നു. ഈ സമയത്ത് പത്മനാഭൻ അങ്ങനെ ഒരു ചിന്തയുമായിട്ടാണ് ജയിലിലേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗംഗ ഏത് വിധേനയും ഒരു ചതി തനിക്ക് നേരെ ഉണ്ടായേക്കുമെന്ന് ഗംഗ തിരിച്ചറിഞ്ഞു. പത്മനാഭൻ ജയിലിൽ എത്തിയ ആ നിമിഷം തന്നെ തനിക്ക് വേണ്ട രീതിയിലുള്ള ഗംഗയെ പുറത്തിറക്കാതിരിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും പത്മനാഭന്റെ ഭാഗത്തു നിന്ന് നടന്നു. പത്മനാഭൻ ജയിലിലെത്തി അവിടുത്തെ പത്മനാഭന് പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കയ്യിൽ ചില മരുന്ന് ഏൽപ്പിക്കണം. ഇത് ഗംഗ കിടക്കുന്ന മുറിയിൽ തന്നെ അവളുടെ സാധനങ്ങൾക്കൊപ്പം ഇത് വെക്കണമെന്നും അവളെ ഇതിന്റെ പേരിൽ പിടികൂടണമെന്നതുമായിരുന്നു പത്മനാഭന്റെ നിർദ്ദേശം. അത് താൻ നടപ്പിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പത്മനാഭൻ പറഞ്ഞതിന് പ്രകാരം ആ മരുന്ന് കൃത്യമായി ഗംഗയുടെ മുറിയിൽ എത്തിക്കാനായി 2 കോൺസ്റ്റബിൾമാർ അവിടേക്ക് എത്തുന്നു. അതിനിടയിൽ കോൺസ്റ്റബിൾമാരുടെ നീക്കം കൃത്യമായി മനസ്സിലാക്കിയ ജയിലർ ഗംഗയോടൊപ്പം ആ മുറി ഷെയർ ചെയ്തിരുന്ന അശ്വതി ആ കാഴ്ച കാണാനിടയാവുകയും അങ്ങനെ ഗംഗയുടെ മുറിയിലേക്ക് മരുന്നുമായി വന്ന കോൺസ്റ്റബിൾമാര് അത് ഗംഗയുടെ സാധനങ്ങൾക്കിടയിൽ വെക്കാൻ പോകുന്നത് അശ്വതി കാണുന്നു. അത് ജയിലറെ അശ്വതി അറിയിച്ചു. ഒടുവിൽ ഗംഗയെ കുറ്റവാളിയാക്കിക്കൊണ്ട് ഗംഗയ്ക്ക് മേൽ പുതിയൊരു കുറ്റം ആരോപിച്ച് ഗംഗയെ പുറത്തു വിടുന്നതിന് വേണ്ടിയുള്ള അനുമതി റദ്ദാക്കാനുള്ള നീക്കം പത്മനാഭൻ നടപ്പിലാക്കിയ അഹങ്കാരത്തിൽ അവിടെ നിന്ന് നേരെ പടനിലത്തേക്ക് എത്തിച്ചേർന്നു. പടനിലത്ത് വരുന്ന പത്മനാഭൻ വളരെ സന്തോഷവാനായത് കണ്ട് കൈമണി കാര്യം അന്വേഷിച്ചു. ഗിരിയുടെ അമ്മ ജയിൽ മോചിതയാകാൻ പോകുന്നു എന്നൊരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇന്നത്തോടെ അവളുടെ ആ ഒരു ഭാഗ്യം കൂടി
താൻ ഇല്ലാതാക്കിയിട്ടാ വന്നിരിക്കുന്നതെന്നും ഇനി ഒരിക്കലും അവൾ പുറലോകം കാണാൻ പോകുന്നില്ല എന്ന് അഹങ്കാരത്തോടെ പത്മനാഭൻ അറിയിക്കുമ്പോൾ സിദ്ധാർത്ഥിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ അറിയാനായി സിദ്ധാർത്ഥ് ഡോക്ടറെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ഗിരിയോടൊപ്പം സിറ്റിയിലേക്ക് പോരുകയായിരുന്നു പാറു. സിറ്റിയിൽ വന്നെത്തിയ ആ നിമിഷം പാറു പെട്രോൾ അടിക്കാനായി പമ്പിൽ കയറുന്ന സമയത്ത് ഗിരിയോട് പാറു പറഞ്ഞു, ഗിരിയേട്ടാ, എന്റെ മനസ്സ് പറയുന്നു ഇന്ന് നമുക്ക് സിദ്ധുവിനെ കാണാൻ സാധിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ് പിന്തിരിഞ്ഞു നോക്കുന്ന പാറു അവിടെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനായി വന്ന സിദ്ധുവിന്റെ കാറ് കിടക്കുന്നത് കണ്ടു. ഉടനെ തന്നെ ആ കാറ് കണ്ടതോടെ അത് സിദ്ധു ആണ് എന്ന് പാറുവിന് ഉറപ്പായി. വേഗം തന്നെ സിദ്ധു എന്ന് വിളിച്ച് പാറു ആ കാറിനരികിലേക്ക് ചെല്ലുമ്പോഴേക്കും പാർവതിയും ഗിരിയും കണ്ടതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ മനഃപൂർവ്വം തന്റെ വണ്ടിയും എടുത്ത് അവിടുന്ന് പുറപ്പെടുന്നു. പാറു ഗിരിയോട്, ഗിരിയേട്ടാ, അത് സിദ്ധാർത്ഥാണെന്ന് പറഞ്ഞ് വേഗം പാറു ഗിരിയുടെ പിന്നാലെ വണ്ടിയുമായി ആ കാറിന് പിന്നാലെ പോകണമെന്ന് ഗിരിയോട് അറിയിച്ചു. അങ്ങനെ അവർ ബൈക്കുമായി നേരെ ആ കാറിന് പിന്നാലെ പോകുന്നു. ഒടുവിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിലെത്തി കാർ നിൽക്കുകയും ആ കാറിൽ നിന്നിറങ്ങി സിദ്ധാർത്ഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ട് പിന്നാലെ ഓടിയെത്തുകയാണ് അവിടേക്ക് പാർവതി. അങ്ങനെ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്ന കാഴ്ച കണ്ട് മനസ്സ് തകർന്ന് ആ കാഴ്ച കണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാറുവിനരികിലേക്ക് ഗിരി ഓടിയെത്തുന്നു.